ഊട്ടിയിൽ വരുന്നവർ ഉറപ്പായും സഞ്ചരിക്കേണ്ട ഒരു പാതയാണ് മസിനഗുഡി വഴി ഊട്ടിയിലേക്ക്. കേരള, തമിഴ്നാട്, കർണാടക എന്നീ 3 സംസ്ഥാനങ്ങളിലുള്ള 3 റിസർവ് ഫോറസ്റ്റ് കയറിയാണ് ഊട്ടിയിലേക്ക് പോവേണ്ടത്. ഈ 3 സംസ്ഥാനങ്ങളിലുള്ള 3 വ്യത്യസ്ത തരം ഫോറസ്റ്റ് ആംബിയൻസ് തരുന്ന കാട്ടിലേക്ക് കൂടി സഞ്ചരിച്ച് വ്യത്യസ്ത തരം ആനിമൽസിനെ കണ്ടുകൊണ്ടുള്ള ഒരു അടിപൊളി മനോഹരമായ യാത്രയാണിത്. ഈ യാത്ര നമ്മുടെ കേരളത്തിലുള്ള മുത്തങ്ങ ഫോറസ്റ്റ് കയറി, കർണാടകത്തിലെ ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി, തമിഴ്നാട്ടിലുള്ള മുതുമല ഫോറസ്റ്റ് കയറി നേരെ മസിനഗുഡി വഴി കല്ലട്ടി ചുരം കയറിയാണ് ഊട്ടിയിലേക്ക് എത്തുന്നത്. ആയതിനാൽ ഈ ഒരു യാത്രയിൽ നമ്മൾ കാണുന്ന അതിമനോഹരമായ കാഴ്ചകളും ഈ ഒരു യാത്രയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് നേരെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഈ ഒരു യാത്ര തുടങ്ങുന്നത് വയനാട്ടിലുള്ള സുൽത്താൻ ബത്തേരിയിൽ നിന്നാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും നമ്മൾ 57 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം ഗുണ്ടൽപേട്ടിൽ എത്താൻ വേണ്ടിയിട്ട്. ഏകദേശം 1.5 മണിക്കൂറാണ് അതിനുള്ള സമയം വരുന്നത്. അതിനായി ആദ്യം കേരളത്തിലുള്ള റിസർവ് ഫോറസ്റ്റ് ആയ മുത്തങ്ങ ഫോറസ്റ്റ് വഴിയാണ് നമ്മൾ ആദ്യം കയറി ചെല്ലേണ്ടത്. മുത്തങ്ങ ഫോറസ്റ്റ് കയറുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, മുത്തങ്ങ ഫോറസ്റ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ കടകളും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാവില്ല. 1 മണിക്കൂർ കംപ്ലീറ്റ് കാട്ടിന്റെ ഉള്ളിലേക്ക് കൂടി വേണം നിങ്ങൾ യാത്ര ചെയ്യാൻ. ആയതിനാൽ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വണ്ടിയിലുള്ള ഫ്യൂലും കാര്യങ്ങളും എന്തെങ്കിലും ആവശ്യത്തിന് ഭക്ഷണവും സ്നാക്സ് ഒക്കെ വാങ്ങിക്കണമെങ്കിൽ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം മാത്രം യാത്ര ആരംഭിക്കുക. മുത്തങ്ങ ഫോറസ്റ്റ് കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ല പച്ചപ്പ് വിരിച്ച് ഇടതൂർന്ന് വളർന്ന് നിൽക്കുന്ന കൂറ്റൻ മരങ്ങളുള്ള നല്ല അടിപൊളി തിക് ഫോറസ്റ്റ് ആണ്. നമ്മുടെ കേരളത്തിലെ ഈ ഒരു മുത്തങ്ങ റിസർവ് ഫോറസ്റ്റ് കയറിയാൽ ഉടനെ തന്നെ നല്ല അടിപൊളി റോഡ് കണ്ടീഷനും 2 സൈഡും നല്ല വരിയായിട്ട് വെച്ച് പിടിപ്പിച്ചതുപോലുള്ള നല്ല അടിപൊളി മരങ്ങളും കണ്ടുകൊണ്ട് വേണം നമ്മൾ സഞ്ചരിക്കാൻ. മാത്രമല്ല മുത്തങ്ങ ഫോറസ്റ്റ് കയറിയാൽ നമുക്ക് ഒരുപാട് വന്യജീവികൾ, അതായത് ഒരുപാട് ആനക്കൂട്ടത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ മാൻകൂട്ടങ്ങളും നല്ല കരിങ്കുരങ്ങും സിംഹവാലൻ കുരങ്ങിനെയൊക്കെ നമ്മൾ ഈ ഒരു യാത്രയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം, ഓരോ യാത്രക്കാരുടെയും ഭാഗ്യം പോലെയാണ് ഈ പറഞ്ഞിരിക്കുന്ന വന്യമൃഗങ്ങളെയൊക്കെ വളരെ അടുത്ത് കാണാൻ സാധിക്കുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കടുവയെയും പുലിയെയും നിങ്ങളുടെ അടുത്ത് കാണാൻ സാധിക്കുന്നതാണ്. ആയതിനാൽ ഇതുവഴി പോകുമ്പോൾ വണ്ടി നിർത്തിയിടാനോ നിർത്തിയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കാനോ പാടുള്ളതല്ല. ഒരു മിനിമം സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. കൂടുതൽ ഓവർ സ്പീഡിൽ പോവാനും പാടുള്ളതല്ല. കാരണം ഇത് കേരളത്തിലെ ഒരു വലിയ റിസർവ് ഫോറസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വന്യമൃഗങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകുമ്പോൾ അപകടം ഇല്ലാതിരിക്കാനാണ് മിനിമം സ്പീഡിൽ പോയാൽ മതി എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഈ ഒരു മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടു 1 മണിക്കൂർ നേരം 57 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നിങ്ങൾ നേരെ ഗുണ്ടൽപേട്ട് കർണാടകയിൽ എത്തിച്ചേരുന്നതാണ്. അങ്ങനെ നിങ്ങൾ കർണാടക ബോർഡർ കയറി ഗുണ്ടൽപേട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കരിമ്പ് ജ്യൂസും ഇളനീർ ജ്യൂസും ഒക്കെ വാങ്ങിച്ച് കുടിക്കാൻ പറ്റുന്നതാണ്. തൊട്ടടുത്ത് തന്നെയായിട്ട് നല്ല സൂര്യകാന്തി പൂക്കളും കാണാൻ പറ്റുന്നതായിരിക്കും. ഇതൊരു മെയ്, ഏപ്രിൽ, ജൂൺ മാസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ 30 കിലോമീറ്ററോളം നിങ്ങൾക്ക് കാടില്ല, നാട്ടിലെ കൂടി വേണം സഞ്ചരിക്കാൻ. ഗുണ്ടൽപേട്ട് എന്ന അതിമനോഹരമായ ഗ്രാമത്തിലുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നല്ല അടിപൊളി റോഡിലെ കൂടി തന്നെ വേണം നിങ്ങൾ സഞ്ചരിക്കാൻ. ഇവിടെ നിങ്ങൾക്ക് വണ്ടിയിൽ പെട്രോൾ അടിക്കാനും എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനും വിശ്രമിക്കാൻ ഹോട്ടലും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുന്നതായിരിക്കും. ഈ ഒരു വഴിയിൽ നിങ്ങൾക്ക് വിദൂരമായി കിടക്കുന്ന ഒരുപാട് മലകളും അതുപോലെ ഒരുപാട് കൃഷിയിടങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ കൂടുതലും വാഴ കൃഷിയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നിങ്ങൾ മെയ്, ജൂൺ മാസങ്ങളിലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നല്ല ചുവപ്പു മഞ്ഞ നിറമുള്ള ഇതുപോലുള്ള വലിയ വലിയ വൃക്ഷങ്ങളും റോഡിന്റെ ഇരുവശങ്ങളിലുമായി കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ കർണാടകത്തിലെ റിസർവ് ഫോറസ്റ്റ് ആയിട്ടുള്ള ബന്ദിപ്പൂർ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഇനി ഇവിടെ നിന്നും നിങ്ങൾക്ക് വേണമെങ്കിൽ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഫോറസ്റ്റിലേക്ക് ജീപ്പ് സഫാരിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. രാവിലെയും ഉച്ചക്കുമായിട്ട് 2 ജീപ്പ് സഫാരിയാണ് നടത്തുന്നത്. പെർ ഹെഡ് 300 രൂപ കൊടുത്തിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ കർണാടകത്തിലെ മെയിൻ റിസർവ് ഫോറസ്റ്റ് ആയിട്ടുള്ള ബന്ദിപ്പൂർ റിസർവ് ഫോറസ്റ്റിലേക്ക് കൂടിയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏകദേശം 10 കിലോമീറ്റർ ആണ് ഈ ഒരു കാട്ടിന്റെ ഉള്ളിലെ കൂടിയുള്ള യാത്ര. അരമണിക്കൂർ കൊണ്ട് അടുത്ത ഫോറസ്റ്റ് ആയിട്ടുള്ള തമിഴ്നാട്ടിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. ഈ ഒരു ഫോറസ്റ്റിനെ പറ്റി പറയാനുള്ളത്, കുറച്ച് വിട്ടുവിട്ട് നിൽക്കുന്ന മരങ്ങളും ദൂരെ കാഴ്ചകളും നൽകുന്ന രീതിയിലാണ് ഇവിടുത്തെ ഫോറസ്റ്റ്. ഇവിടെ നമുക്ക് ഒരുപാട് മാനുകളെ കാണാൻ പറ്റും. മാനുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കടുവകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു 3 റിസർവ് ഫോറസ്റ്റിലെ കൂടിയും നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം മെയിൻ ആയിട്ട് പറയാനുള്ളത്, ഒരു കാരണവശാലും പ്ലാസ്റ്റിക്കിന്റെ
തരത്തിന്റെ മാലിന്യങ്ങളോ വേസ്റ്റോ വണ്ടിയിൽ നിന്ന് വലിച്ചെറിയാനോ ഉപേക്ഷിക്കാനോ പാടില്ല. കാരണം അത് ഏതെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ വലിയൊരു തുക ഫൈനായിട്ട് കിട്ടുന്ന ഒരു കുറ്റകൃത്യമാണത്. അതിനാൽ പ്രകൃതിയോടുള്ള നമ്മുടെ കടമയും പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരിക്കലും തന്നെ ഒരു വേസ്റ്റും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഇവിടെ വലിച്ചെറിയാൻ പാടുള്ളതല്ല. അങ്ങനെ നമ്മൾ അരമണിക്കൂർ നേരം ഇവിടുത്തെ കാടിന്റെ ഭംഗിയും കാഴ്ചകളൊക്കെ ആസ്വദിക്കുമ്പോഴേക്കും അടുത്ത റിസർവ് ഫോറസ്റ്റ് ആയിട്ടുള്ള തമിഴ്നാട് ചെക്ക് പോസ്റ്റ് നമ്മൾ കടന്നിരിക്കും. അടുത്തതായിട്ട് തമിഴ്നാട്ടിലുള്ള മുതുമല ഫോറസ്റ്റിലേക്ക് കൂടിയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ 18 കിലോമീറ്റർ ഈ ഒരു കാട്ടിനുള്ളിലെ കൂടി സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. 18 കിലോമീറ്റർ 1 മണിക്കൂർ നേരം സഞ്ചരിച്ചാൽ നമുക്ക് മസിനഗുഡി എത്താൻ പറ്റുന്നതായിരിക്കും. ഇനി തമിഴ്നാട്ടിലുള്ള മുതുമല ഫോറസ്റ്റിനെ പറ്റി പറയാനാണെങ്കിൽ കേരളത്തിലുള്ള മുത്തങ്ങ പോലെയും അതുപോലെ കർണാടകത്തിലുള്ള ബന്ദിപ്പൂർ ഫോറസ്റ്റിനേക്കാളും എൻറ്റയർലി ഡിഫറെന്റ് ആയിരുന്നു ഈ ഒരു മുതുമല ഫോറസ്റ്റ്. പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാടും ഈ ഒരു മുതുമല ഫോറസ്റ്റ് തന്നെയാണ്. കാരണം ഈ ഒരു ഫോറസ്റ്റിൽ എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നല്ല തണുത്ത അന്തരീക്ഷവും നല്ല ഇളം തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ വീശുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു തണുത്ത അറ്റ്മോസ്ഫിയറിൽ ബൈക്കിലെ കൂടി ഒരു തണുത്ത കാറ്റും കൊണ്ടുള്ള യാത്രയിൽ ഇവിടെ കാണുന്ന കാഴ്ചകൾക്കും വേറെ തന്നെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നും. മാത്രമല്ല ഇവിടുത്തെ ക്ലൈമറ്റും ഇവിടുത്തെ കാഴ്ചകളും ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയും ഒരു ഫീലുമാണ് കിട്ടുന്നത്. വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ഈ ഒരു യാത്രയിൽ ഏറ്റവും കൂടുതൽ വന്യമൃഗങ്ങളെ കാണാൻ ചാൻസ് ഉള്ള ഒരു കാടും കൂടിയാണ് നമ്മുടെ തമിഴ്നാട്ടിലെ മുതുമല എന്ന് പറയുന്ന ഫോറസ്റ്റിൽ. ഇവിടെ കാട്ടുപോത്തും മാനും കടുവയും പുലിയും ഒക്കെ ഒരുപാട് കരടിയും ഒക്കെ ഒരുപാട് കറങ്ങി നടക്കുന്ന കാടാണ് ബാക്കി 2 കാടിനെ അപേക്ഷിച്ച് തമിഴ്നാട്ടിലെ ഈ ഒരു മുതുമല ഫോറസ്റ്റ്. മാത്രമല്ല ഈ മസനഗുഡി വഴി ഊട്ടിയിലുള്ള അവസാനത്തെ ഫോറസ്റ്റും കൂടിയാണ് ഈ ഒരു മുതുമല ഫോറസ്റ്റ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ മസനഗുഡി വഴി ഊട്ടിയിലേക്കാണ് കയറി ചെല്ലുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നിന്നും ഇവിടത്തേക്ക് 100 കിലോമീറ്റർ ആണ് വരിക. ടോട്ടൽ 4 മണിക്കൂർ നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. 56 കിലോമീറ്റർ വരെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ ഗുണ്ടൽപേട്ടിൽ എത്തുകയും ഗുണ്ടൽപേട്ടിൽ നിന്ന് 44 കിലോമീറ്ററും കൂടി സഞ്ചരിച്ചാൽ നമ്മൾ മസനഗുഡി എത്തുന്നതാണ്. മസനഗുഡി എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് മുതുമല ഫോറസ്റ്റ് സഫാരി ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റുന്നതായിരിക്കും. പെർ ഹെഡ് 600, 300 എന്നീ റേറ്റുകളിലാണ് ജീപ്പ് സഫാരി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അതും നിങ്ങൾക്ക് വരുന്ന വഴിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ മുതുമല എത്തിയതിനു ശേഷം 2 റൂട്ടിലെ കൂടി നിങ്ങൾക്ക് ഊട്ടിയിൽ എത്താൻ പറ്റുന്നതായിരിക്കും. ഒന്ന് ഗൂഡല്ലൂർ വഴിയുള്ള ചുരം കയറിയിട്ടും പിന്നെ ഒന്ന് കല്ലട്ടി ചുരം കയറിയിട്ടാണ് നമ്മൾ ഊട്ടിയിലേക്ക് പോവേണ്ടത്. ഇതിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് കല്ലട്ടി ചുരം കയറിയിട്ടുള്ള യാത്രയാണ്. കാരണം 36 ഹെയർപിന്നുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു ചുരമാണ് കല്ലട്ടി ചുരം. മാത്രമല്ല കല്ലട്ടി ചുരം പോകുമ്പോൾ മാത്രമാണ് റെക്കമെൻഡ് ചെയ്യാൻ പാടുകയുള്ളൂ. തിരിച്ചു വരുമ്പോൾ ചില സമയത്ത് അതുവഴി കടത്തിവിടാറില്ല. കാരണം കുത്തനെയുള്ള ഇറക്കമായതുകൊണ്ട് തന്നെ വണ്ടിയുടെ നിയന്ത്രണം വിട്ടുപോകുന്നത് കൊണ്ട് കയറുമ്പോൾ മാത്രമാണ് അതുവഴി കയറാൻ സുഗമമായിട്ടുള്ളത്. ഇറങ്ങുമ്പോൾ നമുക്ക് ഗൂഡല്ലൂർ വഴി നമുക്ക് വയനാട്ടിലേക്ക് ഇറങ്ങുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സൗകര്യം. അപ്പോൾ ഇത്രയും കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടി എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. നിങ്ങളൊരു യാത്ര ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ, ഒരു ഫോറസ്റ്റിലേക്ക് കൂടി നല്ല അതിമനോഹരമായ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ബെസ്റ്റ് റൂട്ട് തന്നെയാണ് മസനഗുഡി വഴി ഊട്ടി. സുൽത്താൻ ബത്തേരിയിൽ നിന്നും തുടങ്ങി കർണാടകയിലെ ഗുണ്ടൽപേട്ട് വഴി തമിഴ്നാട്ടിലുള്ള മുതുമല ഫോറസ്റ്റിലെ കൂടി മസനഗുഡി വഴി ഊട്ടി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ മസനഗുഡി എത്തിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഹോട്ടലും ഫ്രഷപ്പ് ആവാനുള്ള റൂമും കാര്യങ്ങളൊക്കെ പെട്രോൾ പമ്പൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ കല്ലട്ടി ചുരം വഴിയുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. വീഡിയോ ഒരുപാട് ലെങ്തി ആവുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇത് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാനും, എന്നെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നിങ്ങൾ ഊട്ടിയിൽ എത്തിയതിനു ശേഷം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂമും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. എന്നെ ഡയറക്റ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഇതുപോലുള്ള മനോഹരമായ വീഡിയോസിൽ കാണുന്നത് വരേക്കും ഗുഡ് ബൈ.